ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഉപകാരപ്പെടും. ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്നത് ഉപകാരപ്പെടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് നമ്മെ സഹായിക്കും. ശക്തമായ കാറ്റും തിരയും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പടകിൽ വെള്ളം കയറുന്നത് കൊണ്ട് തങ്ങൾ നശിച്ചു പോകുന്നു എന്നൊരു ചിന്താഭാരമാണ് ശിഷ്യർക്കുണ്ടായത്. അവർ വേഗം ഗുരുവിനെ ഉണർത്തുകയാണ്. ആ കാറ്റും തിരയും പടകിൽ വെള്ളം നിറയുന്നൊക്കെ കണ്ടവർ ഭയപ്പെടുകയാണ്. ആ കടലിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് കരയിൽ അവർ വലിയ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരാണ്. ആ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, ആനന്ദമുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോൾ, തിര ഉയർന്നപ്പോൾ അവർ ഭയപ്പെടുവാൻ തുടങ്ങി. അവർ യേശുവിനെ ഉണർത്തി. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? പ്രിയപ്പെട്ടവരെ, 12 ശിഷ്യന്മാരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ 13-ാമനായി അല്ല, അവരിൽ 1-ാമനായി പടകിൻ്റെ അമരത്ത് യേശു എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ? എല്ലാവരും ഭയപ്പെടുമ്പോൾ യേശു ഉറച്ചു നിൽക്കുകയാ. യേശുവിനെ ഭയം തൊടുകയില്ല. കാറ്റടിക്കും, തിര ഉയരും, വെള്ളം കയറും. അത് 12 പേരെയും ഭയപ്പെടുത്തും. ആ സർക്കിളിൻ്റെ അകത്ത് യേശുവില്ല. യേശുവിനറിയാം, ഞാൻ എഴുന്നേറ്റാൽ, ഞാൻ കൽപ്പിച്ചാൽ ഇതൊക്കെ അടങ്ങുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ അറിയുന്നത് നിങ്ങൾക്ക് ഉപകാരമാകും. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമ്മുടെ പടകിൽ അമരക്കാരനായി ഉണ്ടെങ്കിൽ പടകിനെ മുക്കിക്കളയുവാൻ തിരയ്ക്ക് കഴിയുമോ? കാറ്റിന് കഴിയുമോ? ദൈവം നമുക്ക് അനുകൂലമാണ്. യേശു കർത്താവ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുവാൻ പറഞ്ഞു. അവൻ പറഞ്ഞ മാത്രയിൽ തന്നെ കാറ്റമർന്നു, കടൽ ശാന്തമായി. വലിയ ശാന്തത അവർ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഭ്രമിക്കുന്നത്? നിങ്ങളെ മുക്കിക്കളയാൻ ഒരു തിരക്കും കഴിയില്ല. നിങ്ങൾ ദൈവത്തെ കാണുന്നില്ലേ? ദൈവം തൻ്റെ ദാസനായ യോശുവയോട് പറഞ്ഞത്, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. തിര മാത്രമല്ല, കാറ്റ് മാത്രമല്ല നാം കാണേണ്ടത്. അതിനേക്കാളൊക്കെ അപ്പുറമായി ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണണം. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണണം. ദൈവത്തെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. നിങ്ങൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യപ്പെടുക. ദൈവം കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. വലിയ ശാന്തത ഉണ്ടാകും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.